2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഒരു റബ്ബർ തോട്ടത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ. മരണത്തിന്റെ അന്വേഷണം ഏറ്റെടുത്തെന്നറിയിച്ച് സിബിഐ എറണാകുളം കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസിൽ കൊല്ലപ്പെട്ടതോ കൊലപ്പെടുത്തിയതോ ആരെന്ന് കേരള പോലീസിന് കണ്ടെത്താനായിരുന്നില്ല. അന്നു മുതൽ പ്രതിയെന്ന് സംശയിക്കപ്പെട്ട 81-കാരന്റെ നിയമ പോരാട്ടമാണ് ഈ സിബിഐ അന്വേഷണം വരെ എത്തിയത്. പരാതിക്കാരൻ അബു മാതൃഭൂമി ന്യൂസിന് മാത്രം നൽകിയ പ്രതികരണം ഒന്ന് കേൾക്കാം. അന്നു രാത്രിയിൽ സംഭവിച്ചത് മുതൽ തന്റെ സംശയമെല്ലാം അബു ക്രൈം ഫയലിനോട് സംസാരിക്കുകയാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. കള്ളനോട്ട് സ്ക്വാഡ് പിടികിട്ട പുള്ളിയായിരുന്ന കള്ളനോട്ട് ഹംസ എന്ന കക്ഷിയെ പിടികൂടാൻ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ സമീപിച്ചു. വയനാട് ചീരാലിയിൽ നിന്നുള്ളൊരു കള്ളനോട്ട് കേസായിരുന്നു. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് ഈ പ്രതിയെ പിടികൂടി സ്ക്വാഡിന് കൈമാറി. ഇതിൽ പ്രതികാരം തീർക്കാൻ അവർ ചെയ്തത് ആദ്യം ഈ റിമാൻഡിലായിരുന്ന കള്ളനോട്ട് ഹംസ റിമാൻഡിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എന്നെ നേരിട്ട് ടൗണിൽ വെച്ച് ആക്രമിച്ചു. അയാളുടെ കത്തി ഞാൻ പിടിച്ചു വാങ്ങി അയാളെ കീഴ്പ്പെടുത്തി. രണ്ടാമത് അവർ എനിക്കെതിരെ ഒരു കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചു. കൊട്ടേഷൻ സംഘത്തിലെ പ്രദേശവാസിയായ അംഗം എനിക്ക് വിവരം നൽകി. അങ്ങനെ കൊട്ടേഷനിലും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ എന്നെ അവസാനിപ്പിക്കാൻ അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഒരു സ്ത്രീയെ കൊന്ന് ആ കൊലക്കേസ് കള്ളത്തെളിവുകളുടെ സഹായത്തോടെയും അതുപോലെ തന്നെ കള്ളസാക്ഷികളെ കൊണ്ട് മൊഴി നൽകിച്ചും എനിക്കെതിരെ കേസെടുപ്പിക്കുക, എന്നെ ജയിലിലടയ്ക്കുക, ഇതായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത്. കാസർഗോഡ് പാലാവയൽ സ്വദേശിനിയാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീ. ഇവർ ഈ കൊല്ലപ്പെടുന്ന സമയത്ത് പര്യാവരത്ത് CK ജോസഫ് എന്ന് പറയുന്ന കക്ഷിയുടെ വീട്ടിലെ വീട്ടുജോലിക്കാരിയായിരുന്നു. കണ്ണംതറ മാത്തപ്പൻ എന്ന് പറയുന്ന മാത്യുവിൻ്റെ ശ്രീകൃഷ്ണപുരത്തുള്ള എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ചന്ദനം കള്ളക്കടത്ത് സംഘത്തിലെ 2 സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ കൊല്ലപ്പെട്ട സ്ത്രീ. ഈ കേസ് ആരംഭിക്കുന്നത് മാലാപറമ്പ് മത്തായി വളവിൽ വാത്താച്ചിറ ടോമിയുടെ റബ്ബർ തോട്ടത്തിൽ കാണപ്പെട്ട ശവത്തിനടുത്തുണ്ടായിരുന്ന പട്ടിയിൽ നിന്നാണ്. ഈ പട്ടി ശവത്തിന് കാവൽ കിടക്കുമ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. ഈ പട്ടി പര്യാവരത്തുള്ള CK ജോസഫിൻ്റെ വീട്ടിലെ പട്ടിയായിരുന്നു. അതിൻ്റെ ഭാഗമായി 2004 ഡിസംബർ 29, 30 തീയതികളിൽ ഈ കുടുംബത്തെ ഒന്നാകെ CI MP റഹീം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ 30-ാം തീയതി CK ജോസഫിൻ്റെ മകൻ സോണി ജോസഫ് കുറ്റം സമ്മതിച്ചു. 5 മണിക്ക് DYSP വിഷയത്തിൽ ഇടപെട്ടു. അതുവരെ ഈ കേസ് അന്വേഷിച്ചിരുന്ന MP റഹീമിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. അതുവരെയുള്ള അന്വേഷണം ഫയൽ മുഴുവൻ അട്ടിമറിച്ചു. അതിൻ്റെ ശേഷം DYSP ക്കായിരുന്നു അന്വേഷണ ചുമതല. അദ്ദേഹം ഈ കേസ് ആകെ അട്ടിമറിച്ചു. ഫയലിനകത്തെ തെളിവുകൾ മാത്രം മതി ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ. കാരണം 2 തവണ ശവം കുഴിച്ചു മൂടിയ രേഖ, CD 253-54, 3/5/2005 ശവം മറവ് ചെയ്ത രേഖ പോലീസ് റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ 3/6/2005 ശവം മറവ് ചെയ്ത റിപ്പോർട്ട് CD 278, 279. അതേപോലെ മറ്റൊരു രേഖ പോളിഗ്രാഫ് ടെസ്റ്റിന് അനുമതി ലഭിച്ചെങ്കിലും ഞാനും എൻ്റെ മക്കളും പോളിഗ്രാഫ് ടെസ്റ്റിന് സന്നദ്ധത അറിയിച്ചിട്ടും പോലീസ് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താതെ ഒഴിഞ്ഞുമാറി. പിന്നെ അതേപോലെ ഈ കേസിലെ 7-അംഗ കൊട്ടേഷൻ സംഘത്തിലെ ഒരംഗമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള രവീന്ദ്രൻ. കൊട്ടേഷൻ സംഖ്യ വീതിച്ചതിലുള്ള അഭിപ്രായ വ്യത്യാസം 28-ാം തീയതി രവീന്ദ്രൻ സംഘത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു. 29-ാം തീയതി തൊട്ട് രവീന്ദ്രൻ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പരസ്യമായി പുത്തനങ്ങാടിയിലും വൈലോങ്ങരയിലും പറഞ്ഞു നടന്നു. 30-ാം തീയതി രവീന്ദ്രൻ എന്നെ വന്നു കണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഈ സ്ത്രീയുടെ ശവം കുഴിച്ചു മൂടാൻ ഉദ്ദേശിച്ചത് 3/5/2005 ഈ തീരുമാനം എടുത്തത് 2005 മാർച്ച് 29 തീരുമാനം എടുത്തതും 3/5 കുഴിച്ചു മൂടിയതായി രേഖ തയ്യാറാക്കിയതും പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയതും 29/3/2005. ആ വിവരം എനിക്ക് കിട്ടിയ ഉടനെ ഞാൻ അതിൽ ഇടപെട്ട് 3/5 കുഴിച്ചുമൂടൽ തടഞ്ഞു.
പക്ഷേ ഫയലിൽ കുഴിച്ചു മൂടിയ രേഖ അതേപടി കടന്നു. രണ്ടാമത് വീണ്ടും 3/6/2005 ശവം കുഴിച്ചു മൂടാൻ ഇവർ പദ്ധതി തയ്യാറാക്കി. 3/6/2005 ശവം കുഴിച്ചു മൂടി. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ, ഈ ശവം കുഴിച്ചു മൂടുമ്പോൾ ശവത്തിൻ്റെ തലയിൽ നിന്നും അല്പം മുടി ശേഖരിച്ച് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന എൻ്റെ ജീപ്പിൽ നിന്നും ലഭിച്ചതാണ് എന്ന് വരുത്തി തീർത്ത് എനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും കേസെടുക്കാനുമായിരുന്നു പദ്ധതി. അതും വിഫലമായി. മാർച്ച് അവസാനം വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കുടുംബത്തിൽ കയറിയൊക്കെ ഭയങ്കര അതിക്രമമാണ് കാണിച്ചിരുന്നത്. പോലീസിനെതിരെയും നിയമ സംവിധാനങ്ങൾക്കെതിരെയും വലിയ ആരോപണങ്ങൾ അബു ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും CBI കേസ് ഏറ്റെടുക്കുന്നതോടെ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.